നമസ്കാരം. തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് പ്രവർത്തിക്കുന്ന വ്യാജ യൂണിവേഴ്സിറ്റികളുടെ പട്ടിക പുറത്തുവിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. കേരളത്തിലും വ്യാജ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന അറിവും UGC പുറത്തുവിട്ടു. ഏറ്റവും കൂടുതൽ വ്യാജ സർവകലാശാല ഉള്ളത് ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. ഡൽഹിയിൽ 8ഉം ഉത്തർപ്രദേശിൽ 4ഉം സർവകലാശാലകളാണ് വ്യാജം എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയാണ് വ്യാജന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. 21 വ്യാജ സർവകലാശാലയുടെ പട്ടികയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വ്യാജമെന്ന് പ്രഖ്യാപിച്ചത്. ഈ സർവകലാശാലകൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ യോഗ്യതയില്ല എന്നും UGC അറിയിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, വിശ്വകർമ്മ ഓപ്പൺ സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളാണ് അനധികൃതമായി പ്രവർത്തിക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ഹിന്ദി വിദ്യാപീഠ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇലക്ട്രോ കോംപ്ലക്സ് ഹോമിയോപ്പതി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് യൂണിവേഴ്സിറ്റി, ഭാരതീയ ശിക്ഷാ പരിഷത്ത് എന്നിവയും വ്യാജന്മാരുടെ പട്ടികയിലുണ്ട്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഓരോ സർവകലാശാലകൾ എന്നിവയും UGC അംഗീകാരം ഇല്ലാത്തവയാണ്. കർണാടകയിലെ ബഡാഗാൻവി സർക്കാർ വേൾഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സൊസൈറ്റി, മഹാരാഷ്ട്രയിലെ രാജ അറബിക് യൂണിവേഴ്സിറ്റി, പശ്ചിമ ബംഗാളിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആൻഡ് റിസർച്ച്, ഒഡീഷയിലെ നവഭാരത് ശിക്ഷാ പരിഷത്ത്, നോർത്ത് ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, പുതുച്ചേരിയിലെ ശ്രീ ബോധി അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ആന്ധ്രാപ്രദേശിലെ ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റാമെന്റ് കൽപ്പിത സർവകലാശാല എന്നിവയാണ് മറ്റു വ്യാജ യൂണിവേഴ്സിറ്റികൾ. വിദ്യാർത്ഥികൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾ ഒരുക്കുന്ന ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും UGC അറിയിച്ചു.